ഹായ്, എല്ലാവർക്കും ശ്രീലങ്കൻ ട്രിപ്പിൻ്റെ അടുത്ത കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇവിടുന്ന് ജൂലൈ 9-നാണ് പോകുന്നത്. 9-ന് ഒരു മോർണിംഗ് തന്നെ ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ടിലെത്തി. എല്ലാവരും ഫാമിലി മുഴുവൻ ഉണ്ടായിരുന്നു. അതാണ് ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത തന്നെ. എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുക എന്നുള്ളതാണ് ഒരു സന്തോഷം. എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഒഫീഷ്യൽ വിസിറ്റായിരുന്നു. പക്ഷേ ഞാൻ എല്ലാവരെയും കൂടെ കൊണ്ടുപോകണം എന്ന് എനിക്കൊരു മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ ചെന്ന് ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് വരുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അതൊക്കെ നോക്കി ഇങ്ങനെ നിന്നു. സിയാൽ കാണാൻ ശരിക്കും നല്ല ഭംഗിയാണ്. ശരിക്കും നല്ല മനോഹരമായിട്ടുള്ള ഒരു എയർപോർട്ടാണ് സിയാൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ ചെന്ന് കയറി സൈഡ് സീറ്റ് അച്ഛനായിരുന്നു ഇരുന്നത്. അച്ഛൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. എൻ്റെ അച്ഛനും അതെ, ഹസ്ബൻഡ് അച്ഛനും അമ്മയും അതെ, എൻ്റെ അച്ഛനും അമ്മയും അതെ ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഞങ്ങൾ എല്ലാവരും ബാക്കി മോനും ഞങ്ങളെല്ലാവരും പോയിട്ടിടയ്ക്കുണ്ട്. ഞങ്ങൾ ഓൾറെഡി ശ്രീലങ്കയിൽ ഞാനൊരു തവണ 2018 പോയതാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഞങ്ങളിത് സെക്കൻഡ് ടൈമാണ് ഞങ്ങളുടെ ഇൻ്റർനാഷണൽ ട്രിപ്പ്. ബാക്കിയുള്ളവരുടെയൊക്കെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ പോവുകയാണ്. ഫാമിലിയായിട്ട് പോണതിൻ്റെ ഒരു സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. അച്ഛനവിടെ സൈഡിലിരിപ്പുണ്ട്. അച്ഛനിങ്ങനെ ടേക്ക് ഓഫ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു മഴ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല അന്തരീക്ഷമായിരുന്നു മൊത്തത്തിൽ. ഞങ്ങൾ രാവിലെ ഒരു 9:30 മണിയോടുകൂടി കൊളംബോ എയർപോർട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സുമിത്ത്, നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സുമിത്ത് അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു സുമിത്ത് പെട്ടെന്ന് തന്നെ വന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഞങ്ങൾക്കൊരു വണ്ടി ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ പോലത്തെ വണ്ടിയല്ല, ഒരു പ്രത്യേകതരം 12 സീറ്റർ വണ്ടിയാണ്. നല്ല സൗകര്യമുള്ള വണ്ടിയാണ്. ട്രാവലർ പോലെ ഉയർന്നിട്ടുള്ളതല്ല, എന്നാൽ കാറിൻ്റെ അതേ കംഫർട്ടിൽ തന്നെ നമുക്ക് കുറേ പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതെല്ലാം ജപ്പാൻ മെയ്ഡാണെന്നാണ് പറയുന്നത്, ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതാണെന്ന്. നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഞങ്ങളതിൽ കയറിയിട്ട് പതുക്കെ യാത്ര തുടർന്നു. നമ്മൾ ഇടയിൽ വെച്ചിട്ട് നെഗംബോലൊരു എയർപോർട്ടിൻ്റെ സൈഡിലുള്ള ഒരു ഹോട്ടലിൽ നിർത്തി ഫുഡ് കഴിക്കാം എന്നുള്ളൊരു ഇതിലാണ് യാത്ര തുടരുന്നത്. ഞങ്ങളുടെ വണ്ടി ഓടിച്ചിരുന്നത് കുർനേഗലിൽ തന്നെയുള്ള ഒരു അസംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രൈവറാണ്. നല്ലൊരു മനുഷ്യനാണ്. ഇതിൽ പുള്ളിയുടെ ഫോട്ടോ കിട്ടിയിട്ടില്ല. പുള്ളി ഒരു റോമൻ കാത്തലിക്കാണ്. അവിടെ റോമൻ കാത്തലിക്സാണ് കൂടുതൽ. പിന്നെ ബുദ്ധിസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് ഹിന്ദുയിസ്റ്റ് മാത്രമേ ഉള്ളൂ. ഹിന്ദുയിസം കുറവാണ്. ബുദ്ധിസ്റ്റും റോമൻ കാത്തലിക്സുമാണ് കൂടുതലെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. അസംഗ ഭയങ്കര നല്ല ഫ്രണ്ട്ലിയാണ്. ഇംഗ്ലീഷ് അറിയാം അത്യാവശ്യം. അതുകൊണ്ട് തന്നെ നമ്മളോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ട്രാവലിൻ്റെ ഇടയിൽ വെച്ച് നമ്മൾ ഈ മനോഹരമായിട്ടുള്ള ലേക്ക് വ്യൂ റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ലൊരു അന്തരീക്ഷമുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. ശരിക്കും നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലേക്ക് പോലെ ഞങ്ങളുടെയൊക്കെ നാട് പോലെ തന്നെ തോന്നുന്നുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഇത് നെഗംബോയിൽ തന്നെ ഉള്ളൊരു ലേക്കാണ്. ലേക്ക് എന്ന് പറഞ്ഞാൽ ലഗൂണാണ്. കായലെന്ന് പറയുന്ന സാധനം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള കര കഴിഞ്ഞ് പിന്നെയും കടലാണ്. ശരിക്കും കണ്ടൽക്കാടുകളും ശരിക്കും കൊച്ചി പോലെയൊക്കെ ഉള്ളൊരു ഫീല് തോന്നി. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് പറയുമായിരുന്നു ശരിക്കും കൊച്ചിയുടെ ഒരു വൈബ് ഉണ്ടല്ലോ എന്ന് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. നല്ല കാറ്റും നല്ല വ്യൂവും ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാനും ഒക്കെ നല്ല രസമായിരുന്നു. അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം അച്ഛൻ്റെയൊക്കെ നാട് പോലെയൊക്കെ ഉള്ളൊരു ഫീല് തോന്നി അവിടെ കണ്ടൽക്കാടൊക്കെ കണ്ടപ്പം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നെഗംബോയിൽ ബീച്ച് സൈഡിൽ വന്നു. നെഗംബോ ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു തടാകമാണിത്. അവിടെ കുറേ താമരകളിങ്ങനെ വെള്ള കളറിലെ താമര റെയറായിട്ട് കാണുന്നൊരു കാഴ്ചയാണ്. അങ്ങനെ വിടർന്ന് നിൽപ്പുണ്ട്. അതിൻ്റെ അവിടെ തന്നെ കുറേ മീനുകളും ഉണ്ട്. അവർ വളർത്തുന്നതാണെന്നാണ് പറഞ്ഞത്. കുറേ മീനുകളുണ്ട്. അപ്പോൾ ചോദിച്ചപ്പം നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ മീനുകളാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഈല്, പിന്നെ സിലോപ്പിയ, അങ്ങനത്തെ മീനുകളൊക്കെ അവിടെ തടാകത്തിലുണ്ട്. കണ്ടൽക്കാടുകളും ഉണ്ട്. ഈ കാണുന്നതൊക്കെയാണ് മീനുകൾ. നമ്മൾ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്താൽ അതിങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ വരും. കുറേ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബീച്ചൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു. അവിടെ ഇങ്ങനെ ബീച്ച് സൈഡ് അധികം തിരക്കില്ലായിരുന്നു. കാരണം നട്ടുച്ച ആയതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് കണ്ടു എന്ന് മാത്രം. ശരിക്കും തണലത്ത് നിൽക്കാൻ തന്നെയാണ് കംഫർട്ടബിൾ. കാരണം ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകുന്തോറും വെയിൽ കൂടുതലാണ്. ശരിക്കും ഇത് ശ്രീലങ്കയുടെ നോർത്ത് വെസ്റ്റ് പ്രോവിൻസാണ്. അതായത് നമ്മളുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ഒത്തിരി ദൂരെയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഈ ഒരു സ്ഥലം, ഈ ഒരു ബീച്ച്. നമ്മൾ വിചാരിക്കുന്ന പോലെ രാമേശ്വരത്തിൻ്റെ താഴെയല്ല, അത് ജഫ്നയാണ്.
ഇത് കുറച്ചും കൂടെ നോർത്ത് വെസ്റ്റ് ഏരിയ ആണ്. അതിൻ്റെ ഇടയിലാണ് ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടത്. ഇത് അവിടുത്തെ ഒരു ലോട്ടറി വിൽപ്പനക്കാരനാണ്. പുള്ളിയുടെ കയ്യിൽ കുറേ ലോട്ടറി ഉണ്ട്. പുള്ളിയുടെ പാട്ട് കേൾക്കാൻ നല്ല രസമാണ്. നിങ്ങൾ ആ പാട്ടൊന്ന് കേട്ട് നോക്കൂ. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കണേ. പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ, സോസാല് പെഹല തന്നെയാണ്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാട്ടുകളൊക്കെ സിൻഹളയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ ഫേമസ് ആണെന്ന്. സുമിത്ത് ഒരു ലോട്ടറി എടുത്തു. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. സുമിത്തിന് ലോട്ടറി അടിക്കുമോ എന്ന് നോക്കാം. കാരണം നമുക്കിവിടെ നിന്ന് ലോട്ടറി എടുത്തിട്ട് കാര്യമില്ല. അവിടുത്തെ പൈസയായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ. സുമിത്തിന് ലോട്ടറി അടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ തിരിച്ചും വീണ്ടും യാത്ര തുടങ്ങി. കൂടുതൽ വിശേഷങ്ങളിലൂടെ വീണ്ടും ശ്രീലങ്കയുടെ വ്ളോഗുമായിട്ട് കാണാം. ബൈ.